പ്രോക്സി വോട്ട് അല്ലെങ്കിൽ ഇ വോട്ട് ഇത്തവണയും ഫലം കണ്ടില്ല. തിരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രവാസി വോട്ടുകൾ. വോട്ട് ചെയ്യാൻ പ്രവാസികൾ ഇക്കുറിയും നാട്ടിലേക്ക് വിമാനം കയറേണ്ടി വരും. NRIകൾക്ക് ജോലി ചെയ്യുന്ന രാജ്യത്ത് വോട്ട് ചെയ്യാൻ പ്രോക്സി വോട്ട് ബാലറ്റ് നിർദ്ദേശങ്ങൾ പരിഗണിച്ചുവെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോയില്ല. സ്വാഭാവികം. സുപ്രീം കോടതിയിൽ വിശദമായി പഠിച്ച് നടപടിയെടുക്കുമെന്നറിയിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും 2 വർഷമായി മൗനം അവലംബിക്കുകയാണ്. പ്രവാസി വോട്ടവകാശം മുൻപ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ദീർഘകാലത്തെ ആവശ്യത്തിന് ശേഷം 2010 പ്രവാസികൾക്ക് നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്ന ഭേദഗതി കൊണ്ടുവരുന്നത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം, മറ്റു രാജ്യങ്ങളിൽ പൗരത്വം പാടില്ല എന്നിവയാണ് നിബന്ധനകൾ. ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രവാസികൾ വർഷങ്ങളായി നിയമയുദ്ധത്തിലായിരുന്നു. വോട്ടർക്ക് പകരം വിശ്വസ്തനായ മറ്റൊരാൾ വോട്ട് ചെയ്യുന്നതാണ് പ്രോക്സി വോട്ട്. പ്രത്യേക പോർട്ടലിൽ ഓൺലൈനായി വോട്ട് ചെയ്യാവുന്ന പ്രക്രിയയാണ് ഇലക്ട്രോണിക് ബാലറ്റ്. 2022 ഇതിന് മാർഗരേഖയുണ്ടാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രവാസി വോട്ടർമാരുടെ ബാഹുല്യം കേന്ദ്രത്തെ കുഴക്കി. 25 ലക്ഷത്തോളം മലയാളി വോട്ടർമാരാണ് പല രാജ്യങ്ങളിലായുള്ളത്. ഓൺലൈൻ വോട്ട് തട്ടിപ്പിനുള്ള സാധ്യത, അന്യദേശത്ത് ഉള്ളവരുടെ ഐഡന്റിറ്റി ഉറപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രോക്സി വോട്ടിലെ തർക്ക സാധ്യത എന്നിങ്ങനെ മറ്റ് പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇക്കാരണങ്ങളാണ് ബാലറ്റ് പ്രോക്സി തീരുമാനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പെരുന്നാൾ അവധി കിട്ടിയതോടെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. മുൻപ് ചാർട്ടേഡ് വിമാനങ്ങളിൽ കൂട്ടമായാണ് എത്തിയിരുന്നത്. ലീവ് വോട്ട് ദിനം വരെ നീട്ടാമെന്നാണ് പലരുടെയും പ്രതീക്ഷ. ഇത് നിർണായക തെരഞ്ഞെടുപ്പാണ്. പ്രാധാന്യം ഗൾഫിലെ ലേബർ ക്യാമ്പുകളിൽ അടക്കമെത്തി പ്രവർത്തകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നല്ലൊരു ഭാഗം പ്രവാസികളും വോട്ട് ചെയ്യാൻ എത്തുമെന്നത് തീർച്ച തന്നെയാണ്. പെരുന്നാളും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ ഒപ്പം വോട്ടിടാനും കുടുംബസമേതം നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ. ചില സെക്ടറിൽ 3 ഇരട്ടിയോളമായിട്ടുണ്ട് വർധനവ്. ഗോ ഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ചതോടെ ദോഹയിലേക്കുള്ള ഇൻഡിഗോയുടെ സർവീസ് ഒഴികെ മറ്റെല്ലാ രാജ്യാന്തര റൂട്ടുകളിലും എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത്. മത്സരം ഇല്ലാതായതോടെ നിരക്കും കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിരക്ക് തീരുമാനിക്കുന്നത് വിമാന കമ്പനികൾ നേരിട്ട് തന്നെയാണ്. മട്ടന്നൂർ, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സമ്മർ ഷെഡ്യൂളിലും ഉഡാൻ സർവീസ് ഇല്ല എന്നത് ഇപ്പോൾ ശ്രദ്ധേയമാണ്. വിമാനത്താവളത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഉഡാൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. വിമാനത്താവളത്തിന്റെ തുടക്കത്തിൽ ഇൻഡിഗോ എയർലൈൻസ് ആണ് 2019 ജനുവരി മുതൽ 2022 ജനുവരി വരെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗോവ, ഹുബ്ബള്ളി, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് ആഭ്യന്തര സർവീസ് നടത്തിയത്. സാധാരണക്കാർക്ക് ആഭ്യന്തര വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചതാണ് ഉഡാൻ പദ്ധതി. 3 വർഷത്തേക്കുള്ള കരാർ കാലാവധി കഴിഞ്ഞതോടെ സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് യാത്രക്കാർ കുറഞ്ഞതോടെ സെക്ടറിൽ സർവീസ് നടത്താൻ വിമാന കമ്പനി താൽപര്യം കാണിച്ചിരുന്നില്ല. കോവിഡിന് ശേഷം പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞ വർഷം സമ്മർ ഷെഡ്യൂളിൽ സാധാരണ സർവീസ് തുടങ്ങിയപ്പോൾ ഉഡാൻ പദ്ധതിയിലെ ഗോവ, ഹുബ്ബള്ളി അവസാനിപ്പിക്കുകയുണ്ടായി. ഡൽഹിയിലേക്ക് സർവീസ് കുറവായതിനാൽ പലരും ഗോവ വഴിയാണ് ഡൽഹിയിലേക്ക് പോയിരുന്നത്. വേനൽക്കാലത്ത് കണ്ണൂരിലും ഗോവയ്ക്കുമിടയിൽ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ യാത്രക്കാരും ഉണ്ടായിരുന്നു.